പ്രശസ്തമായ കൊട്ടാരം കർണാടകയിലെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം എന്നറിയപ്പെടുന്നത്. അംബാവിലാസ് കൊട്ടാരം ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നു. കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി പാദരക്ഷകളെല്ലാം പുറത്ത് കൗണ്ടറിൽ കൊടുത്തതിന് ശേഷം കൗണ്ടറിൽ ടോക്കൺ എടുത്താൽ മാത്രമാണ് ഓരോ സന്ദർശകരെയും അകത്തേക്ക് കടത്തിവിടത്തുള്ളൂ. അതിനുശേഷം വളരെ മനോഹരമായിട്ടുള്ള കൊട്ടാരം നമുക്ക് സന്ദർശിക്കാനും കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ കാണാനും നമുക്ക് അതിൻ്റെ ഉള്ളിൽ സാധിക്കുന്നതാണ് കേട്ടോ. മൈസൂര് ഭരിച്ചിരിക്കുന്ന വാഡിയാർ രാജാക്കന്മാരിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. വാഡിയാർ രാജാക്കന്മാര് 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഇത് നിർമ്മിച്ചതാണ് അറിയപ്പെടുന്നത് കേട്ടോ. പിൻകാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മാണം ഉണ്ടായിട്ടുണ്ടാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഓരോ തൂണും അതുപോലെ തന്നെ പെയിന്റിങ്സ് അതുപോലെ തന്നെ ഓരോരോ കാഴ്ചകളും വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള നിർമ്മാണ രീതികൾ തന്നെ നമുക്ക് കണ്ണിന് കുളിർമയുള്ളത് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ യാദൃച്ഛികമായി കിട്ടിയ ഈ ഒരു ടൂറ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് കേട്ടോ. ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എന്നും കാണാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണല്ലോ. വളരെ മനോഹരമായിട്ടുള്ള നിർമ്മാണ രീതികളിലും അതുപോലെ തന്നെ ഓരോ തൂണും വളരെ വർണ്ണന രീതിയിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളതും. നമ്മൾ ഇന്ന് കാണുന്ന കൊട്ടാരം 1897 പുനർനിർമ്മിക്കാനായിട്ട് ആരംഭിക്കുന്നത്. അതിൻ്റെ പൂർണ്ണതയിൽ എത്താൻ വേണ്ടി 1912കളിലാണ് എത്തിയിട്ടുള്ളത്. അതിൻ്റെ പോരായ്മ നികത്താൻ വേണ്ടിയിട്ട് 1940കളിൽ വീണ്ടും വിസ്തൃതമായി പണി തുടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ഇന്ന് വിദേശമായിട്ടുള്ള ഒരു സന്ദർശന സ്ഥലമായിട്ടാണ് മാറിയിട്ടുള്ളത്. ഏകദേശം 27 ലക്ഷത്തോളം സഞ്ചാരികളാണ് ഇവിടെ സന്ദർശിച്ചു പോകുന്നത്. കൊട്ടാരം എന്ന് പറയുന്നത് കാണാനുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഗാർഡൻസും അതുപോലെ തന്നെ വിസ്തൃതമായി തന്നെ അവർ പണി കഴിപ്പിച്ചതും കാണാനായിട്ട് ജനങ്ങൾ വന്നില്ലെങ്കിലല്ലേ അതിശയം അല്ലേ. അവിടെ നമ്മൾ പിന്തിരിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. ബസ്സിലുള്ള വൈബ് പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ DJയും ലൈറ്റ് അറേഞ്ച്മെന്റും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എൻജോയ് ചെയ്യേണ്ട കാര്യത്തിൽ ആരും ഒട്ടും മോശമൊന്നും അല്ലായിരുന്നു. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ബസ് കേട്ടോ. അങ്ങനെ എല്ലാവരും എൻജോയ്മെന്റിലാണ്. കാരണം വേറൊന്നുമല്ല, അടുത്തത് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ തന്നെയാണ് അല്ലേ. ഇതിൻ്റെയൊക്കെ അറേഞ്ച്മെന്റും എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നത് ആ മനുഷ്യനാണ് കേട്ടോ. മാഷാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. ഇവർ കുറേ വർഷങ്ങളായിട്ട് ഈ ട്രാവലിംഗ് നടത്തുന്നതാണ്, വിദേശ യാത്രകൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ പോകുന്നതും എൻജോയ് ചെയ്യുന്നതും. സോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പോയി കാണുന്നതും എൻജോയ് ചെയ്യുന്നതും.